നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ പ്രചാരണം നാടെങ്ങും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. നോട്ടീസിലും പ്രചാരണ ഗാനങ്ങളിലും ചുവരെഴുത്തിലുമെല്ലാം വ്യത്യസ്തതയും പുതുമയും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. എങ്ങനെയും വോട്ടറെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ. എന്നാൽ കാലം എത്ര മാറിയാലും എത്ര ജൻസി ആയാലും പഴയ കാലത്തെ പോലെ ചുമരെഴുത്തില്ലാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നും പൂർണ്ണമാവില്ല. നേരത്തെ തന്നെ സ്ഥലം ബുക്ക് ചെയ്തിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിടുക്കത്തിൽ ചുമരെഴുതി പ്രചാരണം കൊഴുപ്പിക്കുക, അത് തിരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ഒരു ആവേശമാണ്. എന്നാൽ ഇന്ന് ഈ ഏരിപൊരി വെയിലത്ത് മണിക്കൂറുകളോളം നിന്ന് ചുമരെഴുതുക എന്നതും അല്പം പ്രയാസം തന്നെ. അതിനൊരു നൂതന പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് പാലക്കാട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്. ചുമരെഴുത്തിനായി അവർ കണ്ടെത്തിയിരിക്കുന്ന പരിഹാരമാണ് ഒരു റോബോട്ട്, ചുവർ ബോട്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുത്തൻ രീതിയിൽ ചുമരെഴുത്ത് നടത്തുന്ന ഒരു റോബോട്ടാണ് ചുവർ ബോട്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനു കീഴിൽ പാലക്കാട് ആസ്ഥാനമായ ടെവാനോവ ടെക് ട്രേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ചുവർ ബോട്ട് വികസിപ്പിച്ചെടുത്തത്. CNC വോൾ സ്പ്രേ പ്രിന്റിംഗ് നടത്തുന്ന റോബോട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. മലയാളത്തിൽ ഉൾപ്പെടെ ഏത് ഭാഷയിലും ഏത് നിറത്തിലും ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും റോബോട്ട് ചുമരെഴുതും. ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കും. 2 മുതൽ 3 മീറ്റർ വരെ നീളമുള്ള ചുമരിൽ 15 മുതൽ 20 മിനിറ്റ് നേരം കൊണ്ട് ഒരു ചുമരെഴുത്ത് പൂർത്തിയാക്കാൻ ചുവർ ബോട്ടിന് കഴിയും. പുത്തൻ കാലത്തെ പുത്തനാശയം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി കൊടുത്താൽ 10 രൂപ ഇങ്ങോട്ട് തന്നാലോ? കൊള്ളാമല്ലേ? പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ റൊമാനിയൻ സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഡിപ്പോസിറ്റ് റിട്ടേൺ സ്കീം എന്ന ഈ പുനർചംക്രമണ സംവിധാനം. റൊമേനിയയിൽ ഇന്ന് ഈ സംവിധാനം അത്ഭുതകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കൽ തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും കുപ്പികളും ക്യാനുകളും നിറഞ്ഞിരുന്ന റൊമേനിയ ഇന്ന് ശുചിത്വത്തിൻ്റെ മാതൃകയായി മാറി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഒരു സംരംഭമാണ് റൊമേനിയയിൽ ഈ പ്രവർത്തനം നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം പാനീയങ്ങളടങ്ങിയ കുപ്പിയോ ക്യാനോ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ 0.50 റൊമാനിയൻ ലെയു, അതായത് നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം ഏകദേശം 10 രൂപ ഡെപ്പോസിറ്റായി നൽകണം. പിന്നീട് ആ ഒഴിഞ്ഞ കുപ്പികളും ക്യാനുകളും കടകളിലെ റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകളിൽ തിരികെ നൽകിയാൽ ആ തുക ഉപഭോക്താക്കൾക്ക് തിരികെ ലഭിക്കും. റൊമാനിയയെ സംബന്ധിച്ച് ഈ നടപടി എത്രത്തോളം ഫലവത്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റൊമാനിയയുടെ ജനസംഖ്യ ഏകദേശം 20 ദശലക്ഷമാണ്. എന്നാൽ 2023 ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 800 കോടി കുപ്പികളും ക്യാനുകളുമാണ് ഇവിടെ നിന്നും ശേഖരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരത്തിൻ്റെ ബാഹുല്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ വിജയകരമായ മാതൃക ഇപ്പോൾ പോളണ്ട്, ടർക്കി, ബൾഗേറിയ പോലുള്ള രാജ്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പങ്കാളിത്തവും ശരിയായ സംവിധാനവും ഉണ്ടെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം അസാധ്യമായ കാര്യമല്ല എന്നതാണ് റൊമാനിയയുടെ ഈ അനുഭവം ലോകത്തിന് നൽകുന്ന സന്ദേശം. LPG അഥവാ പാചകവാതകം ഇന്നതൊരു പ്രതിസന്ധിയായിട്ടുണ്ട്. വീട്ടിലായാലും നാട്ടിലായാലും അടുപ്പെരിയാൻ വിറകോ അടുപ്പോ പോലുമില്ലാത്ത വീടുകളും ഹോട്ടലുകളും പാചകശാലകളുമാണ് നാടെങ്ങും. പാചകവാതകത്തിന് ക്ഷാമം നേരിടുമ്പോൾ വിറകടുപ്പുകളും പ്രകൃതിവാതകവും മറ്റുമായി ബദൽ ഇന്ധനം തേടിയുള്ള അന്വേഷണത്തിലാണ് പലരും. എന്നാൽ ഈ പ്രതിസന്ധിയൊന്നും തീരെ ബാധിക്കാത്ത, ഇപ്പോഴും ദിവസവും 1500-ലേറെ പേർക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു പാചകശാലയെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ. മഹാരാഷ്ട്രയിലെ അകോലയിലുള്ള ഒരു സ്കൂളാണ്
തീയില്ലാത്ത അടുക്കളയിലൂടെ ദിവസവും 1500-ലേറെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത്. ഒരു നേരമല്ല, 3 നേരവും. കാരണം ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. കാർബൺ ബഹിർഗമനം കൂടുതലുള്ളതും അതുവഴി പ്രകൃതിക്ക് ഹാനികരവുമാകുന്ന പരമ്പരാഗത ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തീജ്വാലയില്ലാത്ത അടുക്കള എന്ന ആശയം ഈ സ്കൂൾ അവതരിപ്പിച്ചത്. പരമ്പരാഗത ഗ്യാസ് ബർണറുകൾക്ക് പകരം തെർമിക് ഫ്ലൂയിഡ് ഹീറ്റിംഗ് സംവിധാനമാണ് ഈ അടുക്കളയിലുള്ളത്. കാർബൺ ബഹിർഗമനം കൂടുതലുള്ളതും അതുവഴി പ്രകൃതിക്ക് ഹാനികരവുമാകുന്ന പരമ്പരാഗത ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തീജ്വാലയില്ലാത്ത അടുക്കള എന്ന ആശയം ഈ സ്കൂൾ അവതരിപ്പിച്ചത്. പരമ്പരാഗത ഗ്യാസ് ബർണറുകൾക്ക് പകരം തെർമിക് ഫ്ലൂയിഡ് ഹീറ്റിംഗ് സംവിധാനമാണ് ഈ അടുക്കളയിലുള്ളത്. ഇവിടെ ചൂടാക്കിയ എണ്ണ പൈപ്പുകളിലൂടെ കടത്തിവിടുകയും നേരിട്ടുള്ള തീജ്വാലയില്ലാതെ പാചകം ചെയ്യുന്ന പാത്രങ്ങളെ ചൂടാക്കുകയും ചെയ്യുന്നു. പുനരുപയോഗശേഷിയില്ലാത്ത ഈ എണ്ണ ചൂടാക്കുന്നതിന് കാർഷിക മാലിന്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. ഈ പാചകരീതിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ തീജ്വാലകളില്ല, LPGയെ ആശ്രയിക്കുന്നുമില്ല. കൂടാതെ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പാചകരീതിയാണിത്. പാചകവാതകത്തിന്റെ വിലക്കയറ്റമോ ക്ഷാമമോ ഒന്നും ഈ പ്രകൃതി സൗഹൃദ അടുക്കളയെ ബാധിക്കുന്നില്ല. പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു കാൽവയ്പ്, ലളിതമായ ഒരു സാങ്കേതിക വിദ്യ സുസ്ഥിരമായ ഊർജ സംരക്ഷണത്തിലേക്കും പ്രകൃതി സംരക്ഷണത്തിലേക്കും നയിക്കുന്നതെങ്ങനെ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ഈ സ്കൂൾ അടുക്കള. തെരുവുനായ പ്രശ്നം സമീപകാലത്തായി കേരളം ഏറ്റവും കൂടുതൽ നേരിടുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമാണിത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വരെ പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഒരേ സമയം മനുഷ്യനും നായകൾക്കും ഗുണപ്രദമായ രീതിയിൽ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. അത്തരത്തിൽ മാതൃകയായി മാറാവുന്ന ഒരു തീരുമാനവുമായാണ് പഞ്ചാബ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ലുധിയാനയിൽ തെരുവുനായ സംരക്ഷണ കേന്ദ്രം പൈലറ്റ് പദ്ധതിയായി ആരംഭിച്ചതോടെ തെരുവുനായ പ്രശ്നത്തിന് മാനുഷികവും ശാസ്ത്രീയവുമായ പരിഹാരത്തിനുള്ള പുതിയ വഴിയാണ് പഞ്ചാബ് അന്വേഷിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ലുധിയാനയിൽ 2025 13,728 നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ സാഹചര്യത്തിലാണ് മൃഗസ്നേഹികളുടെ കൂടി ആവശ്യം പരിഗണിച്ച് സർക്കാരിന്റെ ഈ തീരുമാനം. നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന നായ കടിയേറ്റ സംഭവങ്ങൾ കുറയ്ക്കുക, തെരുവ് നായകൾക്ക് സുരക്ഷിതമായ അഭയം നൽകുക, കൂടാതെ ജനങ്ങളും മൃഗങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവ് നായ സാങ്ച്വറി ആരംഭിച്ചിരിക്കുന്നത്. 500ഓളം നായ്ക്കളെ പാർപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ കേന്ദ്രം. പരിക്കേറ്റതും ഉപേക്ഷിക്കപ്പെട്ടതുമായ നായകൾക്ക് ചികിത്സ, പരിചരണം, വാക്സിനേഷൻ, വന്ധ്യംകരണ പരിപാടികൾ എന്നിവ ഇവിടെ ഉറപ്പാക്കും. മൃഗങ്ങളോടുള്ള കരുണയും സാമൂഹിക ഉത്തരവാദിത്വവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതി എന്ന നിലയിൽ ഈ സംരംഭം ശ്രദ്ധ നേടുകയാണ്. മൃഗക്ഷേമവും പൊതുസുരക്ഷയും കൈകോർക്കുമ്പോൾ ശുഭകരമായ മാറ്റം എങ്ങനെ സാധ്യമാകുമെന്ന് തെളിയിക്കുന്ന മികച്ച ഉദാഹരണമായ ലുധിയാനയിലെ ഈ ഡോഗ് സാങ്ച്വറി ഇങ്ങ് കേരളത്തിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.